പയ്യന്നൂർ പെരുമാളിൻ്റെ അമരഭൂമിക്കകത്ത് വളരെ ശ്രേഷ്ഠമായ യാദവ സമുദായത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ 4 കഴകങ്ങളിൽ പരമപ്രധാനമായ കഴകമാണ് ശ്രീ കാപ്പാട്ട് കഴകം. നീണ്ട 28 സംവത്സരങ്ങൾക്ക് ശേഷം ശ്രീ കാപ്പാട്ട് ഭഗവതിയുടെ തിരുമാംഗല്യം എന്നറിയപ്പെടുന്ന പെരുങ്കളിയാട്ടം ഈ വരുന്ന ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെ ആബാലവൃദ്ധം ജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് മലബാറിന് മഹോത്സവമായ ഒരു ഐതിഹാസികമായ ചരിത്ര സംഭവമായി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ഇതിൻ്റെ സംഘാടകർ. അതിൻ്റെ മുന്നോടിയായി അനവധി അനുബന്ധ ചടങ്ങുകളും ഏറ്റവും പ്രാധാന്യത്തോടെ പുല്ലൂർ പെരിയൽ കല്ലോട്ട് കഴകത്തുനിന്ന് കഴുങ്ങും മുളയിൽ നിന്ന് മുളയും 60ഓളം കിലോമീറ്റർ കാൽനടയായി താണ്ടി ഇവിടെ എത്തിക്കുന്ന ചരിത്ര സംഭവം ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു ദിവസം ആകെ നമുക്ക് ഒരു 6 ലക്ഷത്തോളം ആളുകൾക്ക് അന്നം ഊട്ടാനുള്ള ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകളും അവസാന ദിവസം ഒരു 3 ലക്ഷത്തിലും 5 ലക്ഷത്തിലും അടിയിൽ വരുന്ന ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ മഹത്തായ അന്നദാനവും അതുപോലെ തന്നെ മലബാറിൻ്റെ മഹോത്സവമായി മാറുന്ന ആഗോള സംബന്ധമായ പല സാംസ്കാരിക വിനോദപരമായ പുഷ്പമേള ഉൾപ്പെടെയുള്ളതായ ഒരു മഹത്തായ ഫെസ്റ്റും ഇതൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഐതിഹാസികമായ ചരിത്ര സംഭവമായി ഈ പയ്യന്നൂരിൻ്റെ ഒരു പെരുമ വിളിച്ചോന്ന രീതിയിൽ ലോക ചരിത്രത്തിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൊക്കെ തന്നെ വളരെ നിർണായകമായ ഒരു പ്രദേശമാണ് പയ്യന്നൂർ. അതിഥികളെ പൂജിക്കുന്നതിന് വളരെയധികം പ്രാധാന്യമുള്ളതായ മഹാദേവ ഗ്രാമമൊക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്ത് ഇത് വളരെയധികം ഒരു തിലകക്കുറിയായി നമ്മളെ കേരളത്തിൽ തന്നെ ആകെ തന്നെ അറിയപ്പെടുന്ന രീതിയിൽ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ സംഘാടനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു നല്ല ചരിത്ര സംഭവമാക്കി മാറും എന്നതിലാണ് നമ്മളെല്ലാവരുടെയും ഉത്തമ വിശ്വാസം. എല്ലാവരുടെയും പങ്കാളിത്തം ഇതിനകം തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ശുഭപ്രതീക്ഷയോടെ നമ്മൾ കളിയാട്ടത്തെ നാടും നഗരവും ഒക്കെ തന്നെ ഇതിൽ ഒരുങ്ങിക്കഴിഞ്ഞ് നോക്കിക്കാണുന്നത് ആ രീതിയിലാണ്. നമ്മുടെ പെരുങ്കളിയാട്ടത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനമായ പ്രസക്തി എന്താണെന്ന് പറഞ്ഞാൽ മതമൈത്രിയാണ്. ഇതൊരു ഹിന്ദു ആചാരം ഉയർത്തിപ്പിടിക്കുന്ന ക്ഷേത്രമാണ്. പക്ഷേ ഇവിടുത്തെ പെരുങ്കളിയാട്ടം പൂർത്തിയാവണമെങ്കിൽ ഈ പയ്യന്നൂരിലെ കേളോത്ത് തറവാട് എന്ന മുസ്ലിം തറവാട്ടിൽ നിന്ന് പഞ്ചാരക്കലം സമർപ്പിക്കപ്പെടണം. ആ ഒരു ചടങ്ങ് കഴിഞ്ഞാൽ മാത്രമേ ഈ പെരുങ്കളിയാട്ടം പൂർത്തിയായി എന്ന് പറയാൻ പറ്റൂ. അത് പക്ഷെ ഇന്ന് തുടങ്ങിയതല്ല. ഒരു നൂറ്റാണ്ടിന് മുമ്പ് അല്ലെങ്കിൽ എപ്പോഴാണോ ഈ ക്ഷേത്രം ഉണ്ടായത് അന്ന് തൊട്ട് നടന്നു വരുന്ന ഒരു ആചാരമാണ്. അപ്പം മനുഷ്യന് ഒന്നാണെന്നും മതമൈത്രിയുടെ മനോഹരമായ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന ഇതുപോലെയുള്ള കളിയാട്ടം എനിക്ക് തോന്നുന്നത് മറ്റെവിടെയും ഉണ്ടാവാൻ സാധ്യതയില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റൊന്ന്, ഈ കളിയാട്ടത്തിൽ 39 തെയ്യക്കോലങ്ങളാണ് അരങ്ങിലെത്തുന്നത്. എന്നാണ് പൊതുവിൽ പറയുന്നത് 140 തെയ്യങ്ങൾ എന്നാണ്. 140 തെയ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 40-ൽ നിന്ന് 1 കുറഞ്ഞാലുള്ള തെയ്യങ്ങൾ, അത് 39 തെയ്യങ്ങളാണ്. അപ്പം അതിന് 140 തെയ്യങ്ങൾ കെട്ടിയാടപ്പെടുന്ന ചെലമ്പണിയുന്ന ഒരു പെരുങ്കളിയാട്ടം കൂടിയാണ് കാപ്പാട്ട് കഴകത്തിൻ്റെ പെരുങ്കളിയാട്ടം. വിവിധങ്ങളായ തെയ്യങ്ങളാണ്. ഓരോ തെയ്യത്തിനും അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ ചരിത്രവും ഒക്കെ ഉണ്ട്. ആ തെയ്യങ്ങളെല്ലാം ഏറ്റവും അവസാനം 7 രാത്രിയും 7 പകലും നീണ്ടു നിൽക്കുന്ന, അങ്ങനെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന പെരുങ്കളിയാട്ടമാണ് കാപ്പാട്ട് കഴകത്തിൻ്റെ പെരുങ്കളിയാട്ടം എന്ന് പറയുന്നത്. മറ്റു പല പെരുങ്കളിയാട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ദൈർഘ്യം കൊണ്ട് കാപ്പാട്ട് കഴകത്തിൻ്റെ പെരുങ്കളിയാട്ടം. അതുമാത്രമല്ല, അതിൻ്റെ കളിയാട്ടത്തിലേക്ക് എത്തിച്ചേരുന്ന എല്ലാ ഭക്തന്മാർക്കും 2 നേരം ഭക്ഷണം നമ്മൾ കൊടുക്കാൻ വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിരിക്കുകയാണ്. ഏതാണ്ട് നമുക്ക് തോന്നുന്നത് ഒരു 5 ലക്ഷത്തോളം ആൾക്കാരെ രാവും പകലുമായി നമുക്ക് കൂട്ടാൻ പറ്റും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ധാരാളം പരിപാടികളുണ്ട്. ഏറ്റവും വലിയ പരിപാടി നടന്നിരിക്കുന്നത് സംഘാടക സമിതിയുടെ രൂപീകരണമാണ്. എനിക്ക് തോന്നുന്നത് ജനം ഈ കളിയാട്ടം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ നിമിഷവും. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഉത്സവത്തിൻ്റെ ലഹരിയിലാണ് ഈ പയ്യന്നൂരും പ്രദേശവും. ഇതൊരു വടക്കേ മലബാറിൻ്റെ തന്നെ മഹോത്സവമാക്കി മാറ്റാനുള്ള പുറപ്പാടാണ്, അതിൻ്റെ ക്രമീകരണങ്ങളാണ്, തയ്യാറെടുപ്പുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ പെരുങ്കളിയാട്ടം അതിൻ്റെ ഏറ്റവും നല്ല നിലയിൽ പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നും അതിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ജനങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസവും. നമുക്ക് ഇത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയാനുള്ള പ്രധാന കാരണം. തെയ്യം എന്ന് പറഞ്ഞ സാധാരണ ഒരു കലാരൂപം മാത്രമല്ല, കലയുടെ എല്ലാ അംശങ്ങളും നാദ വർണ്ണ രൂപബോധത്വമുള്ള ആംഗികവും വാചികവുമായ ശൈലികളുടെ പ്രകടനത്തെയാണ് കല എന്ന് പറയുന്നത്. എന്നാൽ കലയിലുള്ള എല്ലാ അംശങ്ങളും പൂർണ്ണമായും ഉൾക്കൊള്ളുകയും അതോടൊപ്പം കലയിലില്ലാത്ത പ്രത്യേകത, അവാച്യമായ ഒരു ആനന്ദത്തിൻ്റെ അനുഭൂതി
ഒരു ഭക്തിയുടെ തുരീയം എന്ന് പറയുന്ന നാലാമത്തെ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ മുമ്പ് നടന്നത് അതേ രീതിയിൽ വീണ്ടും പുനരവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായി ഒരു കോഴിയെ നേരത്തെ ഒരു തെയ്യം മറക്കുന്നത് അതിലൊരു രക്തതന്ത്രമുണ്ട്. ആ രക്തം ഉറ്റിയിട്ട് ഇവിടെ അവസാനം രക്തം നിലക്കുമ്പോഴാണ് ഭൂമിയിൽ സൃഷ്ടി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു രക്തം എപ്പോഴും ഒരു ആർത്തവ വിരാമം ഉണ്ടായാൽ മാത്രമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഗർഭിണിയാവുക എന്ന് പറയുന്നതൊക്കെ. കോഴി അറുത്തെടുത്തിട്ട് അവസാനം അതിൻ്റെ രക്തം അവസാനം ഉറ്റാത്തൊരവസ്ഥയിലും ഭൂമി ഒരു പുഷ്പിണിയായി ഉർവരത ഉണ്ടാവുന്നു എന്നുള്ള ഒരു തത്വം അതിന് ഇംഗ്ലീഷ് സാധാരണ ആർക്കി ടൈപ്പ് എന്ന പുരാതന കാലഘട്ടത്തിൽ അതേ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് നമ്മൾ പഴയ ഒരു സംസ്കൃതിയിലേക്ക് മാനവന്റെ ഒരു ആദിമ രീതിയിലേക്കുള്ള സംസ്കാരമൊക്കെ ആയിട്ട് അപൂർവമായ ഒരു ജന്മാന്തര സുഹൃത്തുക്കളായി ബന്ധപ്പെടുന്ന അവാച്യമായ ഒരു അനുഭൂതി പകരുന്നതാണ് ഓരോ തെയ്യക്കൊലകം. മറ്റ് കഴകളില്ലാത്ത പുള്ളിപ്പോതി 30ഓളം പന്തങ്ങൾ ആകെ നിറഞ്ഞുകൊണ്ട് 10 കൈതകങ്ങളിലും അതുപോലത്തെ തിരുമുടിയിൽ 16 പിന്നീട് 4 അങ്ങനെ 30ഓളം പന്തങ്ങൾ അപൂർവമായ തെയ്യക്കോലം. വീരയോദ്ധാവായ പുതിയാർമൻ എന്ന് പറയുന്നതായ പടപൊരുതി കോലത്ത് രാജാവിനോട് പടപൊരുതി വീരമൃത്യു വരിച്ച തെയ്യക്കോലമായി മാറിയ പുതിയാർമൻ ഈശ്വരൻ, അതുപോലെ ക്ഷേത്രപാലകൻ, കാട്ട് കൊടന്ത, അയ്യൻ പരവ, അതുപോലെ തന്നെ അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ളതായ തെയ്യക്കോലങ്ങൾ ഉണ്ട്. നാഗകന്നി നാഗരാജൻ, സാധാരണ നാഗത്തിന്റെ രൂപവും പ്രതിഷ്ഠയും മാത്രമാണ് ഇവിടെ നാഗകന്നി നാഗരാജൻ തെയ്യക്കോലമായി അവതരിപ്പിക്കുന്നത്. അങ്ങനെ അപൂർവങ്ങളായ തെയ്യങ്ങൾ ഉണ്ട് എന്നതാണ് ഈ കഴകത്തിന്റെ സംവിധാനം. അതാണ് ഈ കളിയാട്ടത്തിന്റെ പെരുമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കളിയാട്ടത്തിന് ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ പയ്യന്നൂർ ടൗണിൽ പല റൂമുകളൊക്കെ തന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പറയാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ കൊടുങ്ങല്ലൂരിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ദേവനർത്തകൻ എല്ലാ ദിവസവും ഇവിടെ കളിയാട്ടം കാണാൻ വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ വിദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ പരിഭാഷപ്പെടുത്താൻ വേണ്ടിയതായ സംവിധാനങ്ങൾ മീഡിയയായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ മൊത്തം ലോക ജനതയെ മൊത്തം ഉൾക്കൊള്ളുന്ന ഒരു രീതിയിൽ എല്ലാവരെയും മൊത്തം ഒരു യൂണിവേഴ്സ് മൊത്തം ലോകത്തെ മുഴുവൻ നമ്മൾ ഈ കളിയാട്ടത്തിലേക്ക് സഹർഷം വളരെ അഭിമാനത്തോടെ എല്ലാവരെയും നമ്മൾ സംഘാടന സമിതി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരു ആനന്ദമായ ഒരു അനുഭവത്തിന്റെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് ഒരു അമൃതമഴ പൊഴിക്കുന്ന ഒരു അവസ്ഥ കളിയാട്ടത്തിന്റെ സ്വഭാവത്തോട് നമുക്ക് ഉണ്ടാവും. അതുമാത്രമല്ല കൃഷ്ണപ്പരുന്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ആകാശത്തിൽ പരുന്തിന്റെ മുകളിലേറി ഗരുഡന്റെ മുകളിലേറി വട്ടമിട്ട് പറന്നുകൊണ്ട് ദേവലോകത്തിന് എല്ലാ ദേവന്മാരും ഈ ഭഗവതിയിലേക്ക് പുഷ്പവൃഷ്ടി അർപ്പിക്കുന്ന അതിമനോഹരമായ ശബരിമലയെ പോലുള്ളാകുന്ന ഒരു കാഴ്ചയും കൂടി സാധാരണ കാണുന്ന ഒരു അനുഭവം കൂടി ഭക്തന്മാരെ ആനന്ദ ലഹരിയിൽ ആറാടിക്കുകയാണ്.